നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. യമനിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ്. മരവിപ്പിച്ചു എന്നുള്ള വാർത്ത നമുക്ക് കേരളത്തിൽ ലഭിച്ചു. അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തു. തൽക്കാലത്തേക്ക് വധശിക്ഷ മരവിച്ചിരിക്കുകയാണ്. അതിന് കൊല്ലപ്പെട്ടയാളുടെ സഹോദരനും മറ്റ് കുടുംബാംഗങ്ങളും യമനിലെ ഉദ്യോഗസ്ഥ വൃന്ദവും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഈ വധശിക്ഷ മരവിപ്പിക്കൽ ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്നാൽ ആരാണ് അല്ലെങ്കിൽ ആരുടെ ഇടപെടലാണ് ഈ വധശിക്ഷ മരവിപ്പിച്ചത്? നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാൻ കാരണമായത് ആരുടെ ഇടപെടലാണ്? ഇക്കാര്യത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തർക്കവും ട്രോളുകളും നിറയുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടലാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാൻ കാരണമെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളും കാന്തപുരത്തിൻ്റെ അനുയായികളും മുസ്ലിം ലീഗുകാരടക്കമുള്ളവരെല്ലാം പറയുന്നത്. CPM-ഉം കോൺഗ്രസും മറ്റു പാർട്ടിക്കാളും പറയുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടുത്തെ ഒരു സുന്നി പണ്ഡിതനുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ വീട്ടുകാരുമായി സംസാരിച്ച് അവർ ചർച്ചയ്ക്ക് തയ്യാറായി 8 കോടി രൂപ ബ്ലഡ് മണിയായിട്ട് കൊടുത്താൽ ഇതിൽ നിന്ന് പിന്മാറാമെന്ന് അവർ പറഞ്ഞു. അവരുടെ കേസ് പിൻവലിക്കാം, അങ്ങനെ നിമിഷപ്രിയയ്ക്ക് രക്ഷപ്പെടാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടാണ് അത്തരത്തിലൊരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചതെന്നാണ് കേരളത്തിൽ CPM-ഉം കോൺഗ്രസും മറ്റ് രാഷ്ട്രീയക്കാരും എല്ലാം പറയുന്നത്. എന്നാൽ BJP അനുകൂലിക്കുന്നവർ ഇതിനെതിരെ നിൽക്കുകയാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാമുദായിക നേതാക്കളുടെ ഇടപെടലല്ല. പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും വിദേശകാര്യ മന്ത്രാലയവും കേരള ഗവർണറുമെല്ലാം കേന്ദ്രത്തിലെ സ്വാധീനിച്ച് നടത്തിയ അല്ലെങ്കിൽ ഇവരെല്ലാം ഇടപെട്ട് യമനിലെ ഭരണാധികാരികളുമായി സംസാരിച്ചാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതെന്നാണ് BJP-യുമായി ബന്ധമുള്ളവർ അല്ലെങ്കിൽ BJP-യുടെ അനുഭാവികൾ, BJP-യുടെ സോഷ്യൽ മീഡിയ സംഘം പ്രചരിപ്പിക്കുന്നത്. ഇതിലേതാണ് വാസ്തവമെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പ്രധാനമന്ത്രിയുടെയും അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയുടെയും ഓഫീസുകളുടെ ഇടപെടലുണ്ടായി എന്നുള്ളത് സത്യമാണ്. അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ വ്യക്തിപരമായ ഇടപെടലുകളും ഉണ്ടായി. ഇത് രണ്ടുമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാൻ കാരണമെന്നാണ് നമുക്ക് കിട്ടുന്ന വിശ്വാസയോഗ്യമായ വിവരം. പക്ഷേ BJP അനുകൂല സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇക്കാര്യത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് യാതൊരു പങ്കുമില്ലെന്നും നരേന്ദ്രമോദിയുടെ ഓഫീസും വിദേശകാര്യമന്ത്രി ജയശങ്കറിൻ്റെ ഓഫീസും കേരള ഗവർണറുടെ ഓഫീസും ഒക്കെ ഇടപെട്ടാണ് യമനിലെ ഇപ്പോൾ വിമത വിഭാഗത്തിൻ്റെ ആളുകളുമായി ഭരണാധികാരികളുമായി സംസാരിച്ച് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചതെന്നാണ് അവർ പറയുന്നത്. അതിനായി അവർ യമനിലെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ്റെ ഒരു വോയിസ് റെക്കോർഡോ മറ്റോ സോഷ്യൽ മീഡിയയോടോ മറ്റോ പ്രചരിപ്പിക്കുന്നതായി നമ്മൾ അറിഞ്ഞു. കാരണം BJP നേതൃത്വവും BJP-യായിട്ട് ബന്ധമുള്ളവരും പറയുന്നത് കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ ഇടപെടലാണ് എന്നാണ് ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിക്കാൻ കാരണമെന്ന് പറയുമ്പോൾ കേരളത്തിലുള്ളവർ പറയുന്നത്, കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും മറ്റ് സംഘടനാ നേതാക്കളും പറയുന്നത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സജീവമായ ഇടപെടലാണ് ശരിക്കും ഈ നിമിഷപ്രിയയെ കൊലക്കാരിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെടുത്തി നിർത്തിയെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്ക് ഇതിൻ്റെ വസ്തുതകൾ കൃത്യമായി നമുക്കറിയില്ല. ആരുടെ ഇടപെടലാണ് ഇവരുടെ ജീവിതം നീട്ടിക്കൊടുത്തതെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഏതായാലും നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇടപെട്ടത് കാന്തപുരമായാലും കേന്ദ്ര സർക്കാരായാലും ഇവർ രണ്ടുപേരായാലും ഹതഭാഗ്യയുടെ ആ സ്ത്രീയുടെ ജീവിതം കുറേ കൂടെ നീട്ടിക്കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നമുക്ക് അതിനെക്കുറിച്ചായിരിക്കും ചിന്തിക്കേണ്ടത്. ഇനി ഇക്കാര്യത്തിലൊരു തല്ലുപിടുത്തം, കാരണം ആരിടപെട്ടുകൊണ്ടാണ് ജീവിതം നീട്ടിക്കിട്ടിയെന്ന് തല്ലുപിടിക്കുന്നത് തികച്ചും അർത്ഥശൂന്യമാണ്, അർത്ഥരഹിതമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ ഹതഭാഗ്യയുടെ സ്ത്രീയുടെ ജീവിതം ഇനിയും നീട്ടിക്കിട്ടട്ടെ. ആരിടപെട്ടാലും അത് വലിയ നല്ല കാര്യമെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ.